ഞാനും ഒരു കഥ പറയാം. നമുക്കറിയാവുന്ന പോലെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അഭിമാനമായ നമ്മുടെ സെവറിസ് തിരുമേനിയാണ് നോയമ്പിന്റെ സമയത്ത് ഒരു കഥ പറയാമെന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും ചിന്തകളെ അദ്ദേഹത്തിന്റെ ചിന്താധാരയിലേക്ക് കൊണ്ടുപോകാൻ. ഞാൻ പറയുന്നത് അങ്ങനെ തലച്ചോറിലെ കഥയല്ല, നേരിട്ട് അനുഭവിച്ച ഒരു കഥയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് വളരെ അടുത്തിടപെടുകയാണ്. എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതിനവരെ ശിക്ഷിക്കുന്നതിനോ ശാസിക്കുന്നതിനോ ഒന്നും എനിക്ക് തടസ്സമില്ല. അതേസമയത്ത് തന്നെ അവരെ കരുതാനും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിപ്പിക്കുന്ന ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന വിഷയമാണ്. ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിക്കുമ്പോൾ ശിക്ഷിക്കുമ്പോൾ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഓഫറുകൾ അവർ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, 90% മുകളിൽ മാർക്ക് മേടിക്കുന്ന എല്ലാവർക്കും അടൂരെ ഒരു പ്രശസ്തമായ 3 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് എന്റെ കൂടെ ആ ക്ലാസ്സിലെ അത്രയും 90% മുകളിൽ മാർക്ക് മേടിച്ച എല്ലാവർക്കും കൂടെ ഒരു ബഫേ ഫുഡ്. 2, 98% മുകളിൽ മാർക്ക് മേടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, അതായത് എന്റെ ഇതുവരെയുള്ള ബിസിനസ് സ്റ്റഡീസിന്റെ ഏറ്റവും ടോപ്പ് മാർക്ക് 98ആണ്. അതുകൊണ്ട് 98നും അല്ലെ അതിന് മുകളിലോ മാർക്ക് മേടിക്കുന്നവർക്ക് അടൂരെ പ്രശസ്തമായ ഒരു തുണിക്കടയിൽ നിന്ന് ഒരു ജോഡി ഡ്രസ്സ്. ഇങ്ങനെയാണ് എല്ലാ വർഷവും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. 2ാം വർഷം 99 ഉണ്ട്. ഞാനിത് കൊടുക്കുന്നതിന്റെ കാരണം കൂടുതൽ കുട്ടികളും സയൻസിൽ അഡ്മിഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരാണ്. കാരണം മാർക്ക് കുറവായണ്ട. ഒരു 4-5 കുട്ടികൾ മാത്രമേ കൊമേഴ്സ് പഠിച്ച് CA ഒക്കെ ആവണമെന്ന് ആഗ്രഹത്തിൽ വരികയുള്ളൂ. ബാക്കി എല്ലാവരും സയൻസ് കിട്ടിയില്ലെങ്കിൽ വലിയ വിഷമത്തിൽ വന്നിരിക്കുന്ന കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികൾ 90ന് മുകളിൽ മേടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അതിശയമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്റെ കുട്ടികൾ വാങ്ങാറുണ്ട്. ഞാൻ അവര് 1ാം വർഷത്തിലെ കുട്ടികളാണ്. 2ാം വർഷത്തിലോട്ട് കയറുമ്പോൾ 2ാം വർഷത്തിലെ കുട്ടികളെ കൊണ്ട് 1ാം വർഷത്തിന്റെ ക്ലാസ്സിൽ എങ്ങനെയാണ് ബിസിനസ് സ്റ്റഡീസ് പഠിച്ചതെന്നൊക്കെ 1ാം വർഷക്കാർ എടുക്കലൊന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. 96% മേടിച്ച ഒരു കുട്ടി, ഒരു പെൺകുട്ടി, പേര് ഡീറ്റെയിൽസ് പറയുന്നില്ല, അവള് 1ാം വർഷക്കാരുടെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവളെ കൊണ്ടുവന്നു 96% മാർക്ക് മേടിച്ച കുട്ടിയാണെന്ന്. അവള് കുട്ടികളോട് പറഞ്ഞു, എനിക്ക് പഠിക്കാനൊന്നും അറിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റത്തുമില്ല, എനിക്ക് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നെ വേറെ വലിയായിട്ട് പഠിപ്പിക്കത്തൊന്നുമില്ല, എനിക്ക് മറ്റു വിഷയത്തിന് വലിയ മാർഗവുമില്ല. പക്ഷെ ഞാൻ ഫാദറിന്റെ വിഷയം പഠിച്ചു, നല്ലതുപോലെ പഠിച്ചു, രാത്രിയൊക്കെ ഇരുന്ന് പഠിച്ചു. എന്താ കാര്യം എന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ, ഫാദർ എന്നെ ഇന്ന ഹോട്ടലിൽ കൊണ്ടുപോയി എനിക്ക് ബൊഫെ ഫുഡ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. എന്റെ വീട്ടുകാരെന്ന് വിചാരിച്ചൊന്നും നടക്കത്തില്ല. അവൾ പിന്നെ പറഞ്ഞ കുറെ കഥകളുണ്ട്. ആ കഥകളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോയാൽ അത് കുഞ്ഞറിഞ്ഞാൽ വിഷമം വരുമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് ആലോചിച്ച് നോക്കി. ഹൃദയത്തിൽ തൊട്ട് എന്റെ മകനെയോ മകളെയോ അല്ലെ എന്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും മകളെയോ അടൂരെ ഈ പ്രശസ്തമായ 3 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മോട്ടിവേറ്റഡ് ആവത്തില്ല, അവർ പ്രചോദിതരാവില്ല. പക്ഷെ ഈ കുഞ്ഞിനെ അത് പ്രചോദിപ്പിച്ചെങ്കിൽ ഇത് വളരെ സാധാരണക്കാരന്റെ കുഞ്ഞാണ്. അതേസമയത്ത് ഞാൻ ആലോചിച്ച് നോക്കി, ഇവക്കൊരു നല്ല ബാഗ് മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇവള് ഒരുപക്ഷെ അക്കൗണ്ടൻസിക്കും ഇതുപോലെ മാർക്ക് മേടിച്ചേ. ഇവക്കൊരു 10 ബുക്ക് നല്ലത് മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇവള് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോട് നല്ല മാർക്ക് മേടിച്ചേനെ. ഇവൾക്ക് നല്ലൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇവളൊരു പക്ഷേ പുതിയ വർഷത്തിൽ എക്കണോമിക്സിലൂടെ മാർക്ക് മേടിച്ചത്. അങ്ങനെ ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞേനെ. സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് വളരെ കൃത്യമായ ഒരു ഉദ്ദേശത്തോടെ. നമ്മുടെയൊക്കെ വിജയത്തിന്റെയും നന്മയുടെയും ഒക്കെ പ്രതീകമായ പെരുന്നാളാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ പെരുന്നാള്, അതായത് ഉയർപ്പ്, കെംത. അത് ആചരിക്കുന്ന നമുക്ക് 50 ദിവസം നോയമ്പ് നോക്കിയതിന്റെ പുണ്യം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. വലിയ തുകകളൊക്കെ വേറെ കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. ചെറിയ തുക, ഒരു 1000 രൂപ ഒരു കുട്ടിക്ക് ബാഗും ബുക്കും മേടിച്ചു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അനുബന്ധ സാധനങ്ങൾ ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ ആ കുഞ്ഞ് പുതിയ വർഷം സ്കൂളിലോട്ട് പോകുമ്പോൾ സ്വന്തമെന്ന് തോന്നിക്കുന്ന രീതിയിൽ ബാഗും ബുക്കും മറ്റു കാര്യങ്ങളെല്ലാമായിട്ട് ആ കുഞ്ഞ് പോകട്ടെ എന്ന് എനിക്കൊരാഗ്രഹം. മുൻ വർഷങ്ങളിൽ എന്നെ സഹായിച്ചവരാണ് നിങ്ങൾ. 1000 കിറ്റുകളോളം നമ്മൾ കൊടുത്തവരാണ്. ഈ വർഷവും ഞാൻ അതേപടി തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം ഇത് നേരത്തെ പറഞ്ഞതിന്റെ കാരണം 2 കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം ഇത് ഒരു സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോൾ ആ സ്കൂളിൽ ഇത് വലിയ ഫംഗ്ഷൻ ആക്കുകയും അതേപോലെ തന്നെ ആ സ്കൂളിൽ അർഹതയില്ലാത്തവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചില സ്കൂളില് 20 ബാഗ് ഇപ്പൊ കൊടുത്തു കൂട്ടിക്കോളും. അവിടെ 20 പേർ അർഹതയില്ലാത്തവർ കാണും, അവർ കൂടി ബാഗും കൊടുക്കും, ഇല്ലെങ്കിൽ ടീച്ചറുടെ ബന്ധുക്കാർക്ക് കൊടുക്കും. അത് വേണ്ട. വേറെ സ്കൂളിൽ ചിലപ്പോൾ 30 പേർ അർഹതയുള്ളവർ കാണും, ഞാൻ അവിടെ 20 ബാഗേ കൊടുത്തിട്ടുള്ളതായിരിക്കും. അതും വേണ്ട. എല്ലാ കുട്ടികൾക്കും HMന്റെ അപേക്ഷയുമായി ഒരു ഒപ്പുവിട്ട് എന്റെ കൊണ്ട് തരിക. മെയ് 1 മുതൽ അവർക്ക് അത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുക. അപ്പം ഒരാളുടെയും ഔദാര്യം പറ്റിയതായിട്ട് തോന്നുന്നില്ല. മണക്കാലിയിലുള്ള
കെവിനോയ്സ് എന്ന് പറയുന്ന ബുക്ക് സ്റ്റോളിലാണ്, എഞ്ചിനീയറിംഗ് കോളേജ് തൊട്ട് ഫ്രണ്ടിലുള്ള ബുക്ക് സ്റ്റോളിലാണ് അതിന്റെ ചുമതല കൊടുത്തത്. പ്രിന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വായിച്ചു നോക്കി, അർഹരാണെങ്കിൽ അതിനടിയിൽ ഒരു സൈൻ ചെയ്ത് കൊടുത്തു വിടുന്നു. യാതൊരു വിധമായ കമ്മിറ്റ്മെന്റും ആരോടും ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ സാധാരണ എല്ലാ പള്ളികളിലൊക്കെ ക്ലബുകളിലൊക്കെ ചെയ്യുന്നത് സ്കൂൾ തുറന്നതിന് ശേഷം ഇത് കൊടുക്കും. സ്വാഭാവികമായും മാതാപിതാക്കള് ഈ ബാഗും ബുക്കും ഒക്കെ വാങ്ങിച്ചു തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും വേണ്ട. നമുക്ക് അതിന് മുമ്പ് മെയ് മാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ, അല്ലെങ്കിൽ മാക്സിമം 15-ാം തീയതി വരെയുള്ള തീയതിക്ക് ഇടയ്ക്ക് വെച്ച് കുഞ്ഞുങ്ങൾ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് പോട്ടെ. അവരത് പൊതിഞ്ഞ് വൃത്തിയായി, ബ്രൗൺ പേപ്പർ സഹിതം പൊതിഞ്ഞ് വൃത്തിയായിട്ട് സ്കൂളിലേക്ക് പോകാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ വർഷവും അതുമായി ബന്ധപ്പെട്ട് പ്രോജക്റ്റ് ചെയ്യുകയാണ്. നൊയമ്പ് നോക്കുന്നവർ, എന്റെ നമ്പർ നിങ്ങൾക്കറിയാം, 94 96 32 14 55 9496 32 1455. ഇതിലേക്ക് നിങ്ങളൊരു മെസ്സേജ് മാത്രം അയക്കാം. ഗൂഗിൾ പേയിൽ ഒന്നും പൈസ അയക്കരുത്. ഇതിലേക്ക് മെസ്സേജ് മാത്രം അയക്കാം. കൺസേൺഡ് ആയിട്ടുള്ള കെവിനോയ്സിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് അന്വേഷിക്കുകയും ചെയ്യാം ആർക്കോ കൊടുത്തു എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് സഹിതം പറയുന്നത്. നമ്മുടെ നൊയമ്പ് ഈ വർഷം അനേക കുഞ്ഞുങ്ങൾക്ക് വെളിച്ചം പകരുവാൻ തക്കോണം വെളിച്ചം 2024 എന്ന പദ്ധതിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയും പ്രാർത്ഥനയും ക്ഷണിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് അതിനുവേണ്ടി മനസ്സ് തുറക്കട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു കുഞ്ഞിനെങ്കിലും ഈ ഒരു വർഷം സന്തോഷമായി സ്കൂളിലേക്ക് പോകാനിടയാകട്ടെ. ദൈവം അതിന് നിങ്ങൾക്ക് പ്രതിഫലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവം